അമേരിക്കയ്ക്കും ഇസ്രയേലിനുമൊക്കെ ആണവായുധങ്ങൾ കൈവശം വയ്ക്കാമെന്നിരിക്കെ എന്തുകൊണ്ടാണ് ഇറാന് ആണവായുധ വികസനം സാധ്യമാക്കാൻ അന്താരാഷ്ട്ര ആണവ നിയമത്തിന്റെ പിൻബലത്തിൽ ഇരു കൂട്ടരും വിസമ്മതിക്കുന്നത്? ആഗോളതലത്തിൽ വിവാദമായിരിക്കുന്ന ഈ ചോദ്യത്തിന്റെ യഥാർത്ഥ വസ്തുത എന്താണ്? നമസ്കാരം, ഞാൻ ജാസ്മിൻ. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉയർന്നു കേൾക്കുന്ന ഒരു പ്രധാന ചോദ്യമാണ്, ഇറാന് ആണവായുധങ്ങൾ വികസിപ്പിക്കാൻ നിയമപരമായി തടസ്സമുണ്ടെങ്കിൽ ഇസ്രയേലിനും അമേരിക്കയ്ക്കും അതെങ്ങനെ സാധിക്കുന്നു? പലപ്പോഴും നിയമത്തിലെ ഇരട്ടത്താപ്പ് എന്ന് ആരോപിക്കപ്പെടുന്ന ഇത്തരമൊരു വിവാദത്തിന്റെ യാഥാർത്ഥ്യമെന്ന് പറയുന്നത് അന്താരാഷ്ട്ര നിയമത്തിന്റെ അടിസ്ഥാന ഘടന തന്നെയാണ്. അന്താരാഷ്ട്ര നിയമം എന്നത് ഓരോ രാജ്യവും സ്വമേധയാ അംഗീകരിക്കുന്ന നിയമങ്ങളാണ്. അതായത് ഒരു രാജ്യം ഒരു കരാറിൽ ഒപ്പുവെച്ചാൽ മാത്രമേ അതിലെ നിയമങ്ങൾ ആ രാജ്യത്തിന് ബാധകമാവുകയുള്ളൂ. ഇത് ആണവായുധങ്ങളെ നിയന്ത്രിക്കുന്ന അന്താരാഷ്ട്ര നിയമവ്യവസ്ഥയിലും ബാധകമാണ്. ഒരു രാജ്യം തങ്ങളുടെ സൈനിക ശക്തി പരിമിതപ്പെടുത്തണമോ വേണ്ടയോ എന്നത് ആ രാജ്യത്തിന്റെ മാത്രം സ്വന്തം തീരുമാനമാണ്. ഈ ഒരു ആശയം അടിസ്ഥാനമാക്കി തന്നെയാണ് ന്യൂക്ലിയർ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി എന്ന കരാർ രൂപം കൊണ്ടത്. 1968 നിലവിൽ വന്ന ഈ കരാറിന്റെ ലക്ഷ്യം ആണവായുധങ്ങളുടെ വ്യാപനം തടയുക, സമാധാനപരമായ ആണവോർജ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക, ഒടുവിൽ ആണവ നിരായുധീകരണത്തിലേക്ക് നീങ്ങുക എന്നിവയാണ്. ഈ കരാർ രാജ്യങ്ങളെ 2 വിഭാഗങ്ങളായി തിരിക്കുന്നു. 1967 മുൻപ് ആണവ പരീക്ഷണം നടത്തിയ രാജ്യങ്ങളാണ് അതിൽ ഒരു വിഭാഗം. അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, റഷ്യ, യുണൈറ്റഡ് കിങ്ഡം, ഫ്രാൻസ്, ചൈന എന്നീ രാജ്യങ്ങളാണ് ആ വിഭാഗത്തിൽ പെടുന്നത്. ഈ രാജ്യങ്ങളെ ആണവായുധ രാജ്യങ്ങളായാണ് കണക്കാക്കപ്പെടുന്നത്. ബാക്കിയുള്ള രാജ്യങ്ങൾ ആണവായുധമില്ലാത്ത രാജ്യങ്ങൾ എന്ന നിലയിലാണ് പരിഗണിക്കപ്പെടുന്നത്. ഈ 2 വിഭാഗങ്ങൾക്കും വ്യത്യസ്ത ബാധ്യതകളാണ്. ആണവായുധമില്ലാത്ത രാജ്യങ്ങൾ ഭാവിയിൽ ആണവായുധങ്ങൾ വികസിപ്പിക്കില്ലെന്ന് സമ്മതം നൽകിയിട്ടുണ്ട്. അതേസമയം ആണവായുധ രാജ്യങ്ങൾ അത് മറ്റുള്ളവർക്ക് കൈമാറില്ലെന്നും നിരായുധീകരണത്തിനായി ശ്രമിക്കണമെന്നും വാഗ്ദാനം ചെയ്യുന്നു. ഇതൊരു അസമമായ കരാറാണെന്ന് തോന്നാമെങ്കിലും ആഗോള സുരക്ഷ ഉറപ്പാക്കാൻ രൂപപ്പെടുത്തിയ ഒരു സമവായമാണിത്. 1970 മുതൽ ഇറാൻ ഈ കരാറിൽ അംഗമാണ്. അതിനാൽ ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കരുതെന്ന് നിയമപരമായി സമ്മതിച്ചിട്ടുമുണ്ട്. കൂടാതെ ഈ രാജ്യത്തിന്റെ ആണവ പ്രവർത്തനങ്ങൾ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ നിരീക്ഷണത്തിനും വിധേയമാണ്. അതിനാൽ ഇറാൻ കരാർ ലംഘിച്ചാൽ അത് അന്താരാഷ്ട്ര നിയമപ്രശ്നമാകും. അതേസമയം ഇസ്രയേൽ ഈ കരാറിൽ ഒപ്പുവെച്ചിട്ടില്ല. അതിനാൽ കരാറിലെ നിയമങ്ങൾ ഇസ്രയേലിന് ബാധകമല്ല. അന്താരാഷ്ട്ര നിയമത്തിലെ ഒരു പ്രധാന തത്വമുണ്ട്, ഒരു കരാറിൽ അംഗമല്ലാത്ത രാജ്യത്തെ ആ കരാറിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള നിയമങ്ങൾ പാലിക്കാൻ നിർബന്ധിക്കാനാവില്ല. അക്കാരണത്താൽ തന്നെയാണ് ഇസ്രയേലിന്റെ ആണവശേഷിയെ നിയമലംഘനമെന്ന് നേരിട്ട് വിളിക്കാൻ കഴിയാത്തത്. ഇത് പലപ്പോഴും അനീതിയായി വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. എന്നാൽ ഇത് നിയമത്തിലെ വൈരുദ്ധ്യമല്ല, മറിച്ച് അന്താരാഷ്ട്ര നിയമങ്ങളുടെ സ്വഭാവമാണ്. ലോകത്ത് എല്ലാ രാജ്യങ്ങളും ഒരേ കരാറിൽ അംഗങ്ങളല്ലാത്തതിനാൽ ഒരേ വിഷയത്തിൽ വ്യത്യസ്ത നിയമസ്ഥിതികളാണ് നിലനിൽക്കുന്നത്. ഇസ്രയേലിനെ കൂടാതെ ഇന്ത്യ, പാകിസ്ഥാൻ, ഉത്തര കൊറിയ തുടങ്ങിയ രാജ്യങ്ങളും അന്താരാഷ്ട്ര ആണവ കരാറിന് പുറത്താണ്. കൂടാതെ ട്രീറ്റി ഓൺ ദ പ്രൊഹിബിഷൻ ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ് പോലുള്ള മറ്റ് കരാറുകളും ആഗോളതലത്തിൽ നിലവിലുണ്ട്. എന്നാൽ ഇവയും എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ചിട്ടില്ല. അതിനാൽ ആണവായുധങ്ങളെ പൂർണ്ണമായി നിരോധിക്കുന്ന ഏകീകൃത ആഗോള നിയമം ഇന്നും നിലവിലില്ല. അന്താരാഷ്ട്ര നിയമത്തിലെ മറ്റൊരു പ്രധാന കാര്യം ഒരു രാജ്യത്തിന്റെ സൈനിക ശേഷി പരിമിതപ്പെടുത്താൻ ആ രാജ്യത്തിന്റെ സമ്മതം നിർബന്ധമാണെന്നതാണ്. അന്താരാഷ്ട്ര നീതിന്യായ വ്യവസ്ഥകളും ഈ തത്വം പിന്തുണയ്ക്കുന്നു. ഒരു രാജ്യം സമ്മതിച്ചിട്ടില്ലെങ്കിൽ നിയമപരമായി നിർബന്ധിക്കാൻ കഴിയില്ല. അതിനാൽ ആണവായുധങ്ങൾ കൈവശം വെക്കാൻ ഇസ്രയേലിന് എന്തുകൊണ്ട് കഴിയും, ഇറാന് എന്തുകൊണ്ട് കഴിയില്ല എന്ന ചോദ്യത്തിന്റെ ഉത്തരം വളരെ ലളിതമാണ്. ഇറാൻ അന്താരാഷ്ട്ര ആണവ കരാറിൽ ഒപ്പുവെച്ച് ആ കരാറിന് കീഴിലുള്ള നിയന്ത്രണങ്ങൾ പാലിച്ചുകൊള്ളാമെന്ന് സമ്മതിച്ചിട്ടുള്ള രാജ്യമാണ്. എന്നാൽ ഇസ്രയേൽ ആ കരാറിന് പുറത്താണ്. വാർത്തയുടെ നിറം തേടി തനിനിറം.